നൈസ്. പടം 3 മണിക്കൂറും 15 മിനിറ്റും എന്തോ ആണ്. എന്തിനാണ് അത്രയും ലോങ് ഒരു ഡ്യൂറേഷൻ ഈ സിനിമയ്ക്ക് എന്തിനാണ് കൊടുത്തത്? നിങ്ങൾ ഹോളിവുഡ് ലെവൽ, നിങ്ങൾ ഈ പടം ആകെ എടുത്തേക്കുന്നത് കന്നഡയിലും ഇംഗ്ലീഷിലുമാണ്. ഇംഗ്ലീഷ് സിനിമകൾ മെയിൻലി ഈ എപ്പിക് സിനിമകൾക്കാണ് 3 മണിക്കൂർ. അതായത് ലോർഡ് ഓഫ് ദ റിങ്സ്, റിട്ടേൺ ഓഫ് ദ കിങ്, നമ്മുടെ ക്രിസ്റ്റഫർ നോലൻ്റെ ഒഡീസി, ഇതിനൊക്കെ ഒരു 3 മണിക്കൂർ റൺ ടൈം എന്ന് പറയുന്നത് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഹോളിവുഡ് സ്റ്റൈൽ ഒരു ഗാങ്സ്റ്റർ പടം എടുക്കുമ്പോൾ എന്തിനാണ് 3.25 മണിക്കൂർ? ഇപ്പോൾ ദുരന്തർ 3 മണിക്കൂർ പോകണം അറിയില്ല. നമ്മൾ പറന്നാണ് പോകണം. ഓരോ ഇവൻ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഓരോ ഇവൻ്റ് വരുന്നു, ഓരോ അടി സൂപ്പർ, നമ്മൾ എൻഗേജ്ഡ് ആണ്, നമുക്ക് ഒരിടത്തും ലാഗ് അടിക്കില്ല. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ വില്ലൻ ലാഗാണ്. ബോറടിക്കും നമുക്ക് കണ്ട്. എന്താണ് ഈ എടുത്തു വെച്ചേക്കുന്നതെന്നോ, എന്തിനാണ് ഈ സീനെന്നോ, കണക്ഷനും ഒന്നും എനിക്ക് മനസ്സിലാവാത്ത കാര്യം, യശിൻ്റെ ഒരു ചെറുപ്പകാലത്തിൻ്റെ ഇവിടെ ഒരു ഐഫോണിൻ്റെ ടാറ്റു ഉണ്ട്. നിങ്ങൾ 1967 എന്തോ ആണ്, 68 യശിന് മോൻ ജനിക്കണമായിട്ട് സിനിമയെ കാണിക്കണം. ഈ ഐഫോണൊക്കെ ഇറങ്ങണം എപ്പോഴെന്ന് അറിയോ? 2007 ഐഫോൺ ഇറങ്ങണം. ആ ഐഫോൺ എന്ന് പറയുന്നതിന് നോച്ചൊന്നുമില്ല. അപ്പോൾ ഇത് ഈ ഒരു കണക്ഷൻ ഈ സിനിമയിലൊരു മെൻ്റൽ ഡിസോർഡർ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് പിടിച്ചേക്കുന്നത്. ബൈപോളാർ ഡിസോർഡറും എനിക്ക് ആ ക്ലൈമാക്സിൽ ആ ഒരു സാധനം അതിൻ്റെ ഒരു എഡിറ്റിംഗ് സ്റ്റൈൽ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു വിഷ്വലൈസിങ് ആയിക്കോട്ടെ, അത് യശ് പെർഫോം ചെയ്തതായിക്കോട്ടെ, ദാറ്റ് വാസ് നൈസ്. ബട്ട് ആ ഒരു സാധനം നൈസ് ആവണമെങ്കിൽ വി ഹാവ് ടു, അതായത് യശിന് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്ന് എവിടെയെങ്കിലൊക്കെ അതൊന്ന് ഹിൻഡ് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ ഹിൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ നമുക്കത് കൺവേ ആവുന്നില്ല. വി ആർ നോട്ട് ഗെറ്റിംഗ്, എന്താ പറയുക, നമ്മൾ ഇമോഷണലി കണക്റ്റും ആവുന്നില്ല. ഇപ്പോൾ ഒരുത്തൻ അടിക്കാൻ പോകണം, ഒരുത്തൻ അടിക്കാൻ പോകണം, അതെന്തരോ അവർ തമ്മിൽ പണ്ടെന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഇങ്ങനെ എന്തോ അവർ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. അല്ലാതെ നമുക്ക് മറ്റേ ഇങ്ങനെ ക്രൂരമായിട്ട് അവരെ കൊന്നതുകൊണ്ട് പകരം വീട്ടാൻ വേണ്ടി വന്നതൊക്കെയാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യണ്ടേ? അതില്ല. ഇതിലുള്ള എല്ലാ ഫൈറ്റും അങ്ങനെയാണ്. വി ഡോണ്ട് ഫീൽ ദാറ്റ് തിങ്. അവസാനം ഒരു സാധനം തന്നിട്ട് അത് ഇല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നമ്മളിങ്ങനെ ഇത്രയും നേരം ഇരുന്ന് കണ്ടുകൊണ്ട് നമ്മളാരുടെ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. മനസ്സിലാവുന്നുണ്ട്? ഇതാണ് ഞാൻ വളരെ സഭ്യമായിട്ടാണ് പറയുന്നത്. എനിക്ക് തല വേദനിക്കുന്നുണ്ട്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഐ എം ഹാവിങ് എ വെരി ബാഡ് ഹെഡ് ഏക്ക്.